അഷ്കർ അലി കരിമ്പയുണ്ട്. അഷ്കർ, അവിടെ ചിലയിടങ്ങളിലൊക്കെ ആദിവാസി ഊരുകൾ ഒറ്റപ്പെട്ട, ആദിവാസി നഗറുകൾ ഒറ്റപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. മാത്രമല്ല പലയിടങ്ങളിലും ഈ പറഞ്ഞതുപോലെ മഴക്കെടുതി രൂക്ഷമാണ്. മലയോര മേഖലയിലെയൊക്കെ ഒരു സ്ഥിതി എന്താണ്? അവിടെ നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ ഉണ്ടല്ലേ? വിനിത, കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ തന്നെ ശക്തമായ മഴയാണ് മലപ്പുറം ജില്ലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ജില്ലയുടെ മലയോര മേഖലകളിൽ അതിശക്തമായ മഴ തന്നെ കഴിഞ്ഞ മണിക്കൂറുകൾ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. നിലവിൽ ആളപായമോ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ തോതിൽ കൃഷിനാശവും ഒക്കെ ഈ സമയത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വഴിക്കടവ്, പുഞ്ചക്കൊല്ലി, അളക്കൽ നഗർ എന്ന് പറയുന്ന രണ്ട് നഗറിലേക്കുള്ള അവരെ ബന്ധപ്പെടാനുള്ള ഏക മാർഗം അടഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ്. അഥവാ പുന്നപ്പുഴ നിറഞ്ഞൊഴുകിയതോടെ അവിടെ ഉണ്ടായിരുന്ന ചങ്ങാടം, ഈ ആദിവാസി നഗറിലേക്ക് ഉണ്ടായിരുന്ന ചങ്ങാടം, അത് ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മുള കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ചങ്ങാടമാണ് നശിപ്പിക്കപ്പെട്ടത്. ഇതോടുകൂടി ഈ രണ്ട് നഗറുകളും, ആദിവാസി നഗറുകളും ഒറ്റപ്പെട്ട നിലയിലാണുള്ളത്. ഏകദേശം 34ഓളം കുടുംബങ്ങളാണ് ഇതോടുകൂടി ദുരിതത്തിലായത്. നേരത്തെ കയർ കെട്ടിയൊക്കെ തന്നെ അവർ പുഴ കടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ അതും അപകട ഭീഷണിയിലാവുന്ന ഒരു സാഹചര്യമുണ്ട്. അതെല്ലാം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടവും അധികൃതരും വ്യക്തമാക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഈ കരയുമായി ബന്ധപ്പെടാവുന്നതിൽ തന്നെ ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് പുന്നപ്പുഴയ്ക്ക് അക്കരെയുള്ള ആദിവാസി നഗറുകളായിട്ട് പുഞ്ചക്കൊല്ലിയിലെയും അറക്കലുമുള്ള ആദിവാസി കുടുംബങ്ങൾ അനുഭവിക്കുന്നത്. അതേസമയം തന്നെ കൊണ്ടോട്ടി നെരിടുപ്പ് മേഖലയിൽ ശക്തമായ കാറ്റിലും മഴയിലും വലിയ കൃഷിനാശമാണ് ഉണ്ടായത്. ഏകദേശം 800ഓളം വാഴകൾ രണ്ട് കർഷകർ, കൊണ്ടോട്ടി നെടിയിരുപ്പിൽ രണ്ട് കർഷകർ ലോൺ എടുത്ത് തുടങ്ങിയ കൃഷിത്തോട്ടമാണ്. അഥവാ ഈ ഓണ വിപണി ലക്ഷ്യമാക്കി വളർത്തിയെടുത്ത വാഴകളാണ്, കൊലച്ച വാഴകളാണ്, അല്ലെങ്കിൽ വെട്ടാനായി പാകത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന വാഴകളാണ് വലിയ തോതിൽ നശിപ്പിക്കപ്പെടുന്ന, കാറ്റിലും മഴയിലും നശിപ്പിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായത്. ഏകദേശം 5 ലക്ഷം രൂപയിലധികം നാശനഷ്ടം ആ ഒറ്റ വാഴത്തോപ്പിൽ മാത്രം ഉണ്ടായി എന്നുള്ളതാണ് കർഷകർ പറയുന്നത്. സമാനമായ രീതിയിൽ വലിയ നിയന്ത്രണങ്ങളും ഇപ്പോൾ ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെയും മറ്റന്നാളും ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലമ്പൂരിൽ നിന്നും നിലമ്പൂർ ചുരം വഴിയുള്ള യാത്രയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മലയോര മേഖലയിൽ രാത്രി യാത്രയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗണനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയ തോതിൽ ജില്ലയിലെ മലയോര മേഖലയിലെ എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളും ഈ ഘട്ടത്തിൽ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. വിനീത, ശരി, അഷ്കറാണ് മലപ്പുറത്തെ വിവരങ്ങൾ നൽകിയത്.